ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമ്മൾ പഴയൊരു വീടാണ്. പഴയ വീടിൻ്റെ തന്നെ സ്റ്റെയർ കേസ് കാര്യങ്ങൾ തന്നെ നമുക്കൊരു ഫുഡ് ലാമ്പ് സിസ്റ്റം എങ്ങനെ കൊടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു പഴയ സ്റ്റെയറിൻ്റെ ഏരിയ, അതായത് പഴയ സ്റ്റെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർബിൾ കിട്ടുക, അതായത് സൂപ്പർ ഏരിയയാണ്. ആ ഏരിയയിൽ നമുക്ക് ഫുഡ് ലാമ്പ് സിസ്റ്റം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളൊന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ 2 വേ സ്വിച്ച് കൺട്രോളിങ്ങിലാണ് കൊടുക്കുന്നത്. 2 വേ സ്വിച്ച് കൺട്രോളിങ്ങിൽ ഫുഡ് ലാമ്പ് കൊടുക്കുന്നത്. 2 വേ സ്വിച്ച് സ്ലാൻഡിങ്ങിൽ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ഫുഡ് ലാമ്പിനും വരുന്നുണ്ട്. അങ്ങനെ 2 വേ സ്വിച്ചാണ് കൊടുക്കുന്നത്. ആ 2 വേ സ്വിച്ച് നമ്മൾ കൊടുത്തതിന് ശേഷം ആദ്യമേ തന്നെ ഒറ്റ സ്റ്റെയർ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. തുടങ്ങുന്ന സ്ഥലത്ത്, പിന്നെ ഏറ്റവും ലാൻഡിങ്ങിൻ്റെ സ്ഥലത്ത്, പിന്നെ സെൻട്രലായിട്ട്, ഇങ്ങനെ 3 ഫുഡ് ലാമ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫുഡ് ലാമ്പുകളെല്ലാം കൊടുത്തിരിക്കുന്നത് തന്നെ 2 മോഡുകളുടെ ഫുഡ് ലാമ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. 2 മോഡുകളുടെ ഇത് നമ്മൾ കാണിക്കുന്നത് ഗോൾഡ് മെഡലിൻ്റെ എയർ എന്ന് പറയുന്ന മോഡലാണ്. കർവിൻ്റെ മോഡലുണ്ട്, അങ്ങനെ പല പല കമ്പനികളുടെ മോഡലുകളുണ്ട്. ഇത് കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്ത് വരുന്നത്, അതായത് നല്ല നീറ്റായിട്ട് അത്യാവശ്യം ലൈറ്റ് കണ്ടാൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആ ലൈറ്റ് അതിൽ പതിഞ്ഞ് നിൽക്കാതെ സെപ്പറേറ്റ് ഒരു കർവ് കൊടുത്തിട്ടുള്ള സിസ്റ്റമാണ് രീതിയാണ് കമ്പനി ചെയ്തിരിക്കുന്നത്. അതായത് ഗോൾഡ് മെഡലിൻ്റെ ആ സിസ്റ്റം അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് 3 കൊടുത്തതിന് ശേഷം ഈ ലാൻഡിങ് വരുന്നത് 3ാമത്തെയാണ്. ഈ ലാൻഡിങ്ങിൻ്റെ സെൻറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ലാൻഡിങ്ങിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് കാണാം, നേരെ ഓപ്പോസിറ്റ് അടുത്ത സെക്ഷനിൽ ഒരെണ്ണം കൂടി കൊടുത്തിരിക്കുന്നു. അങ്ങനെ 4 വന്നു. അതിന് ശേഷം പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരെണ്ണം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 5 ഫുഡ് ലാമ്പുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ 5 ഫുഡ് ലാമ്പുകളും നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ഫുഡ് ലാമ്പുകളും നമ്മൾ 10 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ 20-25 സെൻറ്റിമീറ്റർ വരാവുന്ന രീതി 25 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഫിനിഷിംഗ് ലെവലിൽ നിന്നും, ഫ്ലോറിൻ്റെ ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 25 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് നേരെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്കട്ടിങ് വരുന്ന സമയത്ത് സ്കട്ടിങ് ഹൈറ്റ് കൂടിയ കട്ടിങ്ങുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഫുഡ് ലാമ്പിലേക്ക് എത്താനുള്ള, അതായത് ഫുഡ് ലാമ്പിൻ്റെ തൊട്ട് താഴെ ടച്ച് ചെയ്ത് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അത്യാവശ്യം ഹൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മിനിമം പറയുകയാണെങ്കിൽ ഒരു 25 സെൻറ്റിമീറ്ററിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊട്ട് മുകളിലായിട്ട് 2 വേ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 വേ സ്വിച്ചുകളും താഴെയും മുകളിലും ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 2 വേ സ്വിച്ച് എന്ന് പറയുമ്പോൾ ഒന്ന് ലാൻഡിങ്ങിൽ തന്നെ മുകളിലായിട്ട് നമുക്ക് ലൈറ്റ് വേണം, അതായത് സ്റ്റെയറിൻ്റെ ലൈറ്റ് വരുന്നുണ്ട്. അതും നമ്മൾ ഇതുപോലെ തന്നെ 2 വേ സ്വിച്ചിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പറയുന്ന ഫുഡ് ലാമ്പ് 2 വേ സ്വിച്ചിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 2 വേ ആണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് കയറി വരുന്ന സ്ഥലത്ത് 2 വേ കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മൾ ഈ ഭാഗത്ത് നിങ്ങൾ കാണിച്ചു തരാം, ഈ ഭാഗത്ത് ഇങ്ങനെ എൻഡിങ് കയറി വരുന്ന സ്ഥലത്ത് നമ്മൾ 2 വേ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് താഴെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 2 വേ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. 2 വേ സ്വിച്ചിൻ്റെ കൺട്രോളിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് ഒരു അടുത്ത വീഡിയോയെ കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ വളരെ ഒരു ഏതൊക്കെ രീതിയിലുള്ള വീടാണെങ്കിലും, എത്ര പഴയ വീടാണെങ്കിലും എത്ര പുതിയ വീടാണെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല നീറ്റായിട്ട് സ്റ്റെയറിൻ്റെ ഏരിയയിൽ ഒരു ലൈറ്റ് കൊടുക്കുന്നതിന് വളരെ സിമ്പിളായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെൻസർ വരുന്ന ടൈപ്പ് ഫുഡ് ലാമ്പുകളുണ്ട്. അത് ജസ്റ്റ് നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തെളിയുന്ന രീതിയും, അതുപോലെ തന്നെ നമ്മൾ പാസിങ്ങിൻ്റെ സമയം കഴിഞ്ഞ് ഒരു നിശ്ചിത സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ഓഫായി പോകുന്ന രീതിയിലുള്ള ഫുഡ് ലാമ്പുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.